അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ആ വഴിയിൽ ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു മുള്ളുള്ള കൊമ്പ് കിടക്കുന്നത് കണ്ടു. അവിടുന്ന് സ്വന്തം കൈകൊണ്ട് അത് മാറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഈമാൻ ബിദ്ഉൻ വസബഊന ശുഅബ വ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈമാനിന് 70-ലധികം ശാഖകളുണ്ട്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നതും ഈമാനിൻ്റെ ഒരു ശാഖയാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. പ്രിയമുള്ളവരെ, വഴിയിൽ നിന്ന് ഒരു മുള്ള് എടുത്തു മാറ്റുന്നതിനെ പോലും ഇസ്ലാം ഈമാനിൻ്റെ ഭാഗമായാണ് കാണുന്നത്. അപ്പോൾ സ്വന്തം വീടും പരിസരവും പള്ളിയും വിദ്യാലയവും വൃത്തിയായി സൂക്ഷിക്കുന്നത് എത്ര മഹത്തായ അമലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. തീർച്ചയായും അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെയും ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറ 222 ആയത്തിലാണ് ഇത് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എല്ലാവരുടെയും സ്നേഹം നമുക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ പരിശുദ്ധ ഖുർആൻ കാണിച്ചു തന്ന ഒരു വഴിയാണ് ശുചിത്വം. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, വസിയാബക ഫതുഹിർ, അങ്ങയുടെ വസ്ത്രങ്ങൾ അങ്ങ് ശുദ്ധിയാക്കണം. സൂറത്തുൽ മുദ്ദസിർ 4 ആയത്താണിത്. ഇത് വെറും വസ്ത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതവും സ്വഭാവവും പെരുമാറ്റവും ശുദ്ധീകരിക്കണമെന്ന ദൈവിക സന്ദേശമാണ് ഇതിലൂടെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ് നദീഫുൻ യുഹിബ്ബുൻ നളാഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്, പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഉള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചവർ പള്ളിയിലേക്ക് വരാതിരിക്കട്ടെ, കാരണം അവരുടെ വായിൽ നിന്നുള്ള ദുർഗന്ധം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ഒരു മുസ്ലിം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നതാണ് ഇതിലെ വലിയ പാഠം. ഇന്ന് നാം മഴക്കാലത്താണ്. മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ മഴക്കാലത്ത് ശുചിത്വം പാലിക്കാതെ പോയാൽ അതേ മഴ രോഗങ്ങളുടെ കാരണമാകും. വീടിൻ്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു, കൊതുകുകൾ പെരുകുന്നു, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ വ്യാപിക്കുന്നു. ഇതിൻ്റെ വലിയൊരു കാരണം നമ്മുടെ അശ്രദ്ധയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം. പൊതുവഴിയിൽ മാലിന്യം വലിച്ചെറിയരുത്. പള്ളിയിലേക്കും മദ്രസയിലേക്കും നല്ല വസ്ത്രത്തിലും ശുദ്ധമായ ശരീരത്തിലും സുഗന്ധത്തോടെ എത്തണം. കാരണം നമ്മുടെ വൃത്തിയും സുഗന്ധവും മറ്റുള്ളവർക്കുള്ള ആദരവാണ്. പ്രിയമുള്ളവരെ, ശരീരം അഴുക്കായാൽ വെള്ളം കൊണ്ട് കഴുകാം, വസ്ത്രം അഴുക്കായാൽ സോപ്പ് കൊണ്ട് കഴുകാം. പക്ഷേ ഹൃദയം അഴുക്കായാൽ എന്ത് ചെയ്യും? അസൂയ, അഹങ്കാരം, പക, വിദ്വേഷം ഇവയാണ് ഹൃദയത്തിൻ്റെ അഴുക്ക്. ഇത് ശുദ്ധമാക്കുന്നത് തൗബയിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയുമാണ്. അതിനാൽ ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം, ഞാൻ എൻ്റെ ശരീരം ശുദ്ധമാക്കും, എൻ്റെ വസ്ത്രം ശുദ്ധമാക്കും, ഞാൻ എൻ്റെ വീടും പരിസരവും ശുദ്ധമായി സൂക്ഷിക്കും, അതിലുപരി എൻ്റെ ഹൃദയവും ശുദ്ധമാക്കും. അപ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്നവരെയും ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശുചിത്വം പാലിക്കുന്നവരിലും അവൻ്റെ സ്നേഹം നേടുന്നവരിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.